ഇത് ചായക്കാരൻ പഞ്ഞൻ. പഴയകാലത്തെ ചെറുവണ്ണൂർ ഫറൂഖ് വാസികളുടെ സ്വന്തം പഞ്ഞേട്ടൻ. അപ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ ചായ പാർന്നും ചോറ് വിളമ്പിയും വെള്ളം കൊണ്ടുപോയും കാലത്തിലൂടെ കടന്നു വന്ന സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരൻ. ഇതിന്റെ മുമ്പിൽ പീടിയുടെ പണി കഴിഞ്ഞിട്ട് ഇതില് വാച്ച്മാൻ്റെ പണി എടുക്കും. 15 ഉറുപ്പ്യ കിട്ടുക. നേരം വെളുക്കുന്നതിന് ഉറപ്പില്ല. എവിടെയാണ് വാച്ച്മാൻ? എവിടെയാ വാച്ച്മാനായിട്ട് നിന്നിനെ? ഹോസ്പിറ്റലിലാ? പീടിയുടെ പണി കഴിഞ്ഞ് ഇവിടെ നിൽക്കും. മറ്റേ കണ്ടമാന ആളിങ്ങനെ വരും. അപ്പോൾ ഇന്നൊരു വാട്ടിൽ ഇന്നെ വിളിച്ച് ഇന്ന് എന്താ നേരെ ശിവരാത്രിയാണോ ആളിങ്ങനെ വരുന്ന ഉണ്ട്. ഞാൻ അവിടെ ഇരുന്നാൽ മതി. ആള് ഇഷ്ടം പോലെ അത്ര ഐശ്വര്യമുള്ള ആളാണ്. എത്ര വയസ്സിലവിടെ എത്തിയാണ്? ഏതാ കൊല്ലം അറിയോ? ഏതാ കൊല്ലം? ചെറുവണ്ണൂരിലെ മണ്ടോടി ചന്തുച്ചന്റെ ചന്തുപ്രഭയിൽ തന്നെ അദ്ദേഹം ചായ പാർന്നത് ഒന്നും രണ്ടുമല്ല, അരനൂറ്റാണ്ടിലേറെ കാലമാണ്. ജീവിതകാലം മുഴുക്കെ ഷർട്ടിടാതെ ലുങ്കി മാത്രം ധരിച്ച് നടന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ്. എൻ്റെ മുതലാളിമാരൊക്കെ പോയി. ഞാൻ പെരിക്കാത്തക്കാരെ വീടുകയല്ലേ, ഓരൊക്കെ പോയി സ്റ്റേഷൻ. ഇപ്പോൾ സ്റ്റേഷനും അപ്പുറത്ത് അങ്ങോട്ട് പോയി. അന്ന് ആ ഗേറ്റിൻ്റെ വീടിന് മുമ്പിൽ ഞാനാണ് ലൈറ്റൊക്കെ ഇടുക. ഞാൻ അവിടെ കരുന്തിരിച്ച് പാർട്ടിനെ എന്നിട്ട് അവിടുന്ന് എന്തെടുത്തിട്ട് ഞാൻ നിൽക്കാൻ കൊണ്ടുപോകും കൊട്ടയിലാക്കിയിട്ട്. അപ്പം ഒരു ഉമ്മ പിടിച്ചു തരുമ്പം പറഞ്ഞ് ഇനി കൊട്ട തലയിൽ വെക്കാതാകട്ടെ. ആ ഉമ്മ പിടിച്ചു തന്ന ഈ പറമ്പുകളിൽ നേർച്ച തയ്ക്കുന്ന ഒരാളെ പെണ്ണുങ്ങളെ ഈ കുട്ടികളൊക്കെ ഞാൻ എൻ്റെ പായിലാണ് കിടക്കുക. അങ്ങനെ അന്ന് മുതലേക്ക് വൈകുന്നേരം ചായപ്പതിയിലേക്ക് പോയി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവിടെ തന്നെ സ്വന്തമായി ഒരു കിടപ്പാടം പോലുമില്ലാത്ത ഇദ്ദേഹവും ഭാര്യയും മകന്റെ വാടക വീടിനെയാണ് ഒന്ന് തലചായ്ക്കാനായി ആശ്രയിക്കുന്നത്. മണ്ണും കൂടി ഇല്ല, ഒക്കെ പോയി. അവിടെ ഇരുന്ന് തൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് പരിതപിക്കാതെ പഴയകാല ഓർമ്മകളിൽ മുഴുകി ശിഷ്ടജീവിതം തള്ളി നീക്കുകയാണ് അദ്ദേഹം. ഹോട്ടൽ ഡി അശോകയിൽ ചായ പകർന്ന കാലത്തെ ഒളി മിന്നുന്ന ഓർമ്മകളിലാണ് ഈ പാവം വൃദ്ധൻ്റെ മനസ്സ് നിറയെ ഇന്നും. ജീവിതകാലം മുഴുക്കെ ചോര നീരാക്കി അധ്വാനിച്ച് ഒടുക്കം വാർദ്ധക്യത്തിൻ്റെ അവശതകളിൽ പകച്ചു നിൽക്കുന്ന ഇതുപോലെ എത്രയെത്ര പഞ്ഞേട്ടന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ആദരമർപ്പിക്കുകയാണ്.